ജിൽസ് പെരിപ്പുറം നിങ്ങൾ 10 നായ്ക്കളെ കൊന്ന് അകത്താവാഞ്ഞ ഭാഗ്യമായി. പ്രശ്നമായോ? കേസെടുത്തായിരുന്നു. കേസെടുത്തു. എന്നിട്ട് എന്തായി? അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം വിളിച്ച് കോടതിയിൽ. ഇത് എന്തായിരുന്നു സംഭവിച്ചിരിക്കും? നിങ്ങളെ അങ്ങനെ പ്രകോപിപ്പിച്ച കാര്യം എന്താ? എൻ്റെ വാർഡ് കളമ്പൂർ 20-ാം ഡിവിഷൻ ഇട്ടിയാർമലയായിരുന്നു. അവിടെ ജനത്തിന് ഈ തെരുവുനാട് കടിയേറ്റ് ദുസ്സഹനമായി. അവരൊരു 2-3 തെരുവുനായുമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസിൽ നടന്നപ്പോൾ ഇവർ കയറി വന്നു. അങ്ങനെ ഒരു വിഷയമായി വന്നു ഇപ്പം നമുക്കിത് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ ബഹുമാനയുടെ മാവലി സാറിൻ്റെ ഒക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. കൽപ്പിച്ച് നമ്മളൊരു 10 പട്ടീനെ കൊന്നു. കഴിഞ്ഞപ്പോൾ അവർ കേസെടുത്തു. അതുകൂടെ അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ പുറ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു സാറേ. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ജസ്റ്റിസ് അന്നത്തെ കളക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ആ പയ്യനെ വീണ്ടും അറസ്റ്റ് ചെയ്യണം, നോക്കണം, ഇങ്ങനെ വിട്ടാ കൊള്ളൂല. മേനകാന്തി അന്നത്തെ കാലത്ത് ദി വീക്കില് എന്നെ മെൻഷൻ ചെയ്തു. ഇങ്ങനെ ഇത് പരാമർശിച്ചു. ദേശീയ പ്രശസ്തനായി. അതെ, എന്നെ വിളിക്കുന്നത് കില്ലറാണ്. കേരളത്തിലെ കില്ലറാണ് എന്നെ വിളിക്കുന്നത്. മേനകാന്തി അങ്ങനെ തന്നെ പേര് വിളിച്ചു. ഞങ്ങള് ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊച്ചുമക്കളെ പട്ടികടിച്ച് കീറുമ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെ ജനങ്ങൾ സഹകരിക്കുന്നു. ജനങ്ങൾ സപ്പോർട്ട് കൂടി തെരുവുനായ്ക്കൾ അവിടെ നിന്ന് മാറ്റുന്നു. ചില തെരുവുനായ്ക്കൾ മാറ്റുമ്പോൾ ചത്തുപോകുന്നുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എന്റെ പേരിൽ ഇപ്പൊ 20ഓളം കേസുണ്ട്. ഇപ്പൊ കുറെ തീർന്നു, ഇനി 2 ഉള്ളൂ. 18 ഈ 10 പട്ടികളെ ദൃഢമായ കൊലപാതകത്തിൽ 10,000 പട്ടികൾ കൊന്നുണ്ടാവും. ഇപ്പൊ സർവേ എടുത്തപ്പോൾ 50% തെരുവ് പട്ടികൾക്കും പേവിഷബാധയുണ്ട്. അത്ര വലിയ ഗൗരവമാണ്. ഉദയം പേര് ഇന്നലെ പട്ടി അടിച്ചു. ഒരു സ്ത്രീയുടെ തല കീറിയിരിക്കുകയാണ്. ആ പട്ടി ചത്തു. പട്ടിക്ക് ചത്തായിട്ട് വാർത്ത വന്നു. പട്ടിക്ക് പേയുണ്ട്. എന്ത് അക്രമം ആലോചിക്കാൻ. ഇപ്പൊ എങ്ങനെ ഇപ്പൊ കൊച്ചാ നിയാമുളുടെ അമ്മ അവിടെ നിന്നിരിക്കുകയുണ്ട്. എന്ത് അവരൊക്കെ ജീവിതം എങ്ങനെയാ? അവരെന്തോരം സഹിക്കുന്നു. ഇപ്പൊ ഫാത്തിമ കൊച്ചിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു മാലാ കൊച്ചിന്റെ പിതാവാണിത്. ഇങ്ങനെയുള്ള ഈ സമയത്ത് SK ഒരു 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. SK എന്ന് പറഞ്ഞാൽ ഈ തമ്മിൽ പ്രോഗ്രാമത്തിൽ ഇതൊരു ചലനമായി മാറ്റിക്കൊണ്ട് ഇതൊരു മാറ്റത്തിന്റെ ഒരു ദിവസമാണ്. മുഖ്യമന്ത്രി കണ്ണ് തുറക്കണം. 1000കണക്കിന് ആൾക്കാരാണ് ദിവസേന ഈ പട്ടികളുടെ ഇതുകൊണ്ട് ജീവിതം വഴിമുട്ടി പോണത്.